ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെ ചെക്കൻ ആകാശത്ത് എന്തോ തിരയുണ്ട് കേട്ടോ. എന്താ തിരയെന്ന് വെച്ചപ്പോൾ ഒന്നും മുണ്ടില്ല, നല്ല തെരച്ചിലാണ്. എന്നാ പിന്നെ തിരയട്ടെ അല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. അതിന്റെ സന്തോഷമാണ് നമ്മൾ സയ്യാന്റെ മുഖത്തിൽ കാണുന്നത്. കുറെ ദിവസമായി പൂവല്ലേ പൂവല്ലേ ചോദിക്കണം. പിന്നെ നമ്മുടെ ഇവിടെ കാക്കാരെ കുട്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തീരെ നിക്കപ്പുറതി ഉണ്ടാവില്ല. അപ്പൊ അർഷാക്കുവിന് ഒഴിവുള്ള സമയത്താണ് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നോമ്പുതുറയൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് എന്താ പറയാ നോമ്പുതുറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോണത്. അർഷാക്ക് ഞങ്ങളുടെ കാത്തിരിക്കാണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് സിറ്റൗട്ടിന്റെ തിണ്ടത്തൊന്നും ഇങ്ങനെ ഇരിക്കും. ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടാട്ടോ ആൾ അവിടെ നിന്ന് നീക്കുള്ളൂ. അപ്പൊ നമ്മളത് വാതിലൊക്കെ അടച്ച് പോവാണ്. നമ്മൾ മെയിൻ ഡോറ് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ട് അടുക്കള പുറത്ത് കൂടെ ഉണ്ട് എപ്പോഴും പോകുമ്പോൾ പോവാ. നമ്മുടെ ഇവിടെ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ തട്ടിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണെന്ന് കരുതിയിട്ടാണ് കേട്ടോ പോസ് ചെയ്യണത്. ഈ ഒരു പോസ് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ രണ്ട് കൈയും കെട്ടിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. വേറെ ഒന്നും അറിയില്ല. കുറെ നേരം നിൽക്കും, എത്ര നേരം വേണമെങ്കിലും അങ്ങനെ നിൽക്കേ. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴാ തിരിച്ചു വരാമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തെരഞ്ഞ് കണ്ടുപിടിച്ച് ഒക്കെ വേണം. ഭയങ്കര ടാസ്ക് ആട്ടോ. പിന്നെ ഇവനൊന്നും ഒതുങ്ങിയിരിക്കുകയില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി എടുത്ത് റോട്ടിലേക്ക് ഇറങ്ങിയത് നോശക്കാക്കടയും കുട്ടികളെ മുമ്പ് കട്ടെത്തിയത്. ഇതുപോലെ നൈറ്റ് ഡ്രൈവ് പോയി വരികയാണ്. കാക്ക കുട്ടികളോട്ട് ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ ഇറങ്ങും കേട്ടോ. നമ്മുടെ ഫുൾ ജാറും അതേപോലെ തന്നെ കുലുക്കി ബൂസ്റ്റൊക്കെ ഉണ്ടല്ലോ ടൗണിൽ. അങ്ങനെ നമ്മളിതേ പോവാണ് കേട്ടോ. നമ്മളെപ്പോഴും ഡ്രസ്സ് എടുക്കുമ്പോൾ ചെപ്പശ്ശേരിയിൽ തന്നെയാണ് എടുക്കാറ്. ചെറുപ്പശ്ശേരി കേസ് നമ്മൾ പറയുമ്പോൾ അങ്ങനെ ചെപ്പശ്ശേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവട്ടോ. അപ്പൊ നമ്മള് ടൗണിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ പുതിയ കടയാണ് കേട്ടോ. അത് മാമാട്ടി. പണ്ട് ഇത് ചെറിയൊരു ഷോപ്പായിരുന്നു, ഒരു ഫാൻസി ഷോപ്പിന്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത് വലിയൊരു ഷോപ്പാക്കിയിട്ടുണ്ട്. ഇപ്പൊ മിക്ക ആളുകൾ ഇതിനകത്താണ്. ഇവിടെ ഉള്ളതൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഫ്രണ്ടിൽ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ ചുരിദാറുകളൊക്കെ ഉണ്ട്. പിന്നെ റംസാൻ വിഷു ആശംസകൾ എന്ന് കണ്ടപ്പോൾ സയാൻ ചോദിച്ചു അപ്പൊ എന്താ പെരുന്നാളില്ലേന്ന്. അപ്പോൾ എന്റെ റംസാൻ പെരുന്നാൾ ഒന്നാണെന്ന് അറിയില്ല. അങ്ങനെ ഞാനതൊക്കെ വിശദീകരിച്ചു കൊടുത്ത് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ സയാനാണ് എടുക്കുന്നത്. അപ്പൊ പിന്നെ ഞാനിങ്ങനെ വെറുതെ അവിടെ ഇവിടേക്ക് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കാം കേട്ടോ. ഇസുവിനും വലിയ റോളില്ല, എനിക്കും വലിയ റോളില്ല. അർഷാക്കും സയാനുള്ളത് സെലക്ട് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കളിക്കാൻ കേട്ടോ. ചെക്ക സകല പ്രതിമനി വലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പി മകനും കൂടെ ഡ്രസ്സിംഗ് റൂം കയറിയിട്ട് മാറി മറിച്ചിട്ട് നോക്കുന്നുണ്ട്. സയാനാണെങ്കിൽ ഒന്നൊന്നും പറ്റില്ല കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ എടുത്തെടുത്താൽ മതിയായിരുന്നു. പോൻക്ക് ഓന്റെ ഇഷ്ടത്തിന് തന്നെ എടുക്കണം. അതിന് ഓന്റെ കഴിഞ്ഞിട്ട് ഇസുവിന് എടുക്കാൻ കേട്ടോ. ഇസുവിന് മാറ്റുമ്പോ പിന്നെ തൊടണ്ടെന്ന് പറഞ്ഞിട്ട് സയാനെ തല്ലിയാണ്. ഓനക്ക് എടുക്കുമ്പോ ഞാൻ വന്നു ഇന്നെ തൊടണ്ടാന്ന് പറഞ്ഞിട്ട് തല്ലാണ് കേട്ടോ. കുറെ നേരം ആ കടയിൽ നിന്നിട്ട് തല്ലൂടി ഉണ്ടായിരുന്നു. എല്ലാരും ഇസുവിനെ നോക്കട്ടോ. അതുമാതിരി സയാന് സ്പൈഡർമാന്റെ കുപ്പായം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വേറൊരു കുട്ടികൾ അങ്ങനെ എന്താ പറയാ ഒച്ച ഉണ്ടാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മളെ സെയിൽസ്മാൻമാരൊക്കെ ബിസി ആയപ്പോ അർഷാക്ക് തന്നെ കയറി കുട്ടിക്ക് സെലക്ട് ചെയ്യാൻ കേട്ടോ. കുറെ നമ്മൾ വെയിറ്റ് ചെയ്ത് അപ്പൊ ആരും കാണാനില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പൊ അർഷാക്ക് തന്നെ കയറിയിട്ട് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞിട്ട് അർഷാക്ക് തന്നെ സൂനുള്ള ട്രൗസർ സെലക്ട് ചെയ്തോണ്ടിരിക്കണം. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു ചെറുക്കപ്പെടുന്നു ഭാര്യ ഒന്ന്. അത് നമ്മളെ സൂനും സയാനും എടുക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കിന് അർഷാക്ക് ഒരു വിധം എന്താ പരിവായിട്ടുണ്ട്. കാരണം ആർഷാക്ക് തന്നെയാണ് ഫുള്ള് ഡ്രസ്സ് ഇട്ടുകൊടുത്തതും റെഡിയാണോ നോക്കിയതൊക്കെ കേട്ടോ. അങ്ങനെ വയ്യാത്ത ഒരാളെ തലയിൽ കയറിയിട്ട് വേറൊരാളിരുന്ന് കൂട്ടുന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു ചെറിയ കുട്ടീനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു ടെസുവിന്. അങ്ങനെ നമ്മള് ചെക്കന്മാർക്ക് മാത്രം എടുത്തിട്ട് ഇറങ്ങിയ വേറെ നമുക്ക് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ നമുക്ക് പിന്നെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നമ്മൾ വേറൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.